Welcome back to Florence Academy's another video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സ്ക്രൈബിംഗ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, മെഡിക്കൽ കോഡിംഗ്. ഇതൊക്കെ എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലുള്ള ഫിസിഷ്യനും പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻസ് റെക്കോർഡ് ചെയ്തിട്ട് അതൊരു ഫയലാക്കി ടൈപ്പ് ചെയ്തിട്ട് വെക്കാം. അതിനെയാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മെഡിക്കൽ സ്ക്രൈബിംഗ് എന്താ നോക്കാം. മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റും ഫിസിഷ്യനും തമ്മിലുള്ള കോൺവെർസേഷൻസ് ലൈവായി നമ്മൾ കേട്ടിട്ട് അത് ഒരു ഫയലാക്കിയിട്ട് മാറ്റുന്നതിനെയാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. മെഡിക്കൽ കോഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സ്ക്രൈബിങ്ങും ട്രാൻസ്ക്രിപ്ഷനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെഡിക്കൽ കോഡിംഗ് ആണ് ഈസി ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി റിട്ടേൺ ഫയൽസും റെക്കോർഡ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഫൈനൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഫൈനൽ പ്രൊസീജിയേഴ്സ് നമ്മൾ ഒരു കോഡ് രൂപത്തിൽ നമ്മൾ മാറ്റിയെടുക്കുക. അത്ര മാത്രമേ മെഡിക്കൽ കോഡിങ്ങിൽ വരുന്നുള്ളൂ. മെഡിക്കൽ കോഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വർക്കാണ്. കാരണം മെഡിക്കൽ കോഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ജോബാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി റിട്ടേൺ ഫയൽസും റെക്കോർഡ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് കോഡ് രൂപേണ നമുക്ക് ഇതിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് മെഡിക്കൽ കോഡിങ്ങിനുള്ളൊരു കാര്യം. അത് നോർമൽ ലാംഗ്വേജ്, അതായത് നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെയുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ്, നോർമൽ ലാംഗ്വേജ് നമുക്ക് മതി. അതുകൊണ്ട് തന്നെ ഈസിയാണ്. ഇനി മെഡിക്കൽ സ്ക്രൈബിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ലൈവായിട്ട് കേട്ടിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ്. അതായത് നമ്മളൊരു അടച്ചിട്ട റൂമിൽ ഗൂഗിൾ ലെൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇത് കൂടുതലും US ബേസ്ഡ് വർക്ക്സുകളാണ് വരിക. പിന്നെ നല്ല ഒബ്സർവേഷൻ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ നമുക്കിതിൽ വേണം. കാരണം നമ്മൾ ഓരോ മെഡിക്കൽ ടേംസുകളും പറയുമ്പോൾ അവർ പറയുന്നത് നമ്മളത് ശ്രദ്ധിച്ച് നമുക്കത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഒബ്സർവേഷൻ വേണം. നമ്മളിതിലൊരു എക്സ്പേർട്ട് ആയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്നതിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. മെഡിക്കൽ സ്ക്രൈബിങ്ങും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും മെഡിക്കൽ കോഡിംഗ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെഡിക്കൽ കോഡിംഗ് ആണ് ഈസി ആയിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയിലാണ് കൂടുതലും അതിന് ചാൻസുകൾ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മെഡിക്കൽ സ്ക്രൈബിംഗ് പോലെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിലും US ബേസ്ഡ് ആയിട്ടുള്ള അതൊക്കെ കമ്പനീസിൽ നിന്നായിരിക്കും നമുക്ക് വേക്കൻസീസും കാര്യങ്ങളൊക്കെ വരിക. കൂടുതൽ വേക്കൻസീസ് അപ്പം വിദേശ രാജ്യങ്ങളിൽ അബ്രോഡിലായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അബ്രോഡ് അപ്പം പോകാമല്ലോ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അബ്രോഡിൽ 1 to 2 ഇയർ 1 to 2 വർഷത്തോളമൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ മെഡിക്കൽ സ്ക്രൈബിംഗ് പോലുള്ളവയ്ക്കൊക്കെ ജോലി സാധ്യത ഉള്ളത്. പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് സാലറി കിട്ടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മെഡിക്കൽ കോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി കരിയർ ഗ്രോത്തിന് നല്ലതാണ്. നമുക്ക് സാലറിയും ഇൻസെൻറ്റീവും കൂടുതലും നമുക്ക് സാലറി കിട്ടുന്നത് മെഡിക്കൽ കോഡിംഗ് കൂടെയാണ്. അതായത് സാലറിയുടെ കൂടെ ഇൻസെൻറ്റീവ്സ് ഉണ്ടാകും. കാരണം നമ്മൾ കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻസെൻറ്റീവ്സും കിട്ടും. അപ്പം ഇത് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ കരിയർ ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു കാര്യമാണ്. അപ്പം ഇതിൽ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ട് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രൈബിംഗ്, മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഏരിയയിലാണ് നിങ്ങളുടെ വീട് എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കേണ്ട, നിങ്ങൾക്ക് നേരെ ഫ്ലോറൻസ് അക്കാദമിയിലേക്ക് വരാം. പടിഞ്ഞാറക്കോട്ടയിലുള്ള ഹയർ ടവറിലാണ് നമ്മുടെ അക്കാദമി ഉള്ളത്. അപ്പോൾ അവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.